guys, welcome back to another episode of collegemunchi.com. അപ്പോൾ പ്ലസ് ടു എക്സാം എഴുതുന്ന തിരക്കിലായിരിക്കും സ്റ്റുഡൻസ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നെക്സ്റ്റ് കോഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചോ. കാരണം സീറ്റ്സ് എല്ലാം എല്ലാ കോളേജസിലും പെട്ടെന്ന് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സീറ്റ്സ് എല്ലാം വേഗം തന്നെ ഉറപ്പിക്കുക. കുറേ കോളേജസിൽ പ്രീ ബുക്കിംഗ്സ് ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ BBA എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ബെസ്റ്റ് കോളേജസ്, അതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിട്ടുള്ള നമ്മുടെ ബാംഗ്ലൂരിലെ ബെസ്റ്റ് കോളേജസ് ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇനി നിങ്ങൾക്ക് BBA എന്താണെന്നും BBAന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, സ്കോപ്പ് ഉണ്ടോ ഈ ഒരു കോഴ്സ് പഠിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും വേഗം പോയി ചെക്ക് ചെയ്യാം. അപ്പൊ BBA എന്ന് പറഞ്ഞ കോഴ്സ് എന്തുകൊണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ ചെയ്യണം? ബാംഗ്ലൂർ നമുക്കറിയാം ഒരു ടെക് സിറ്റിയാണ്. കുറേ അധികം മൾട്ടിനാഷണൽ കമ്പനീസ്, സ്റ്റാർട്ടപ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ബാംഗ്ലൂരിലുണ്ട്. ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പോകാനാണ് നിങ്ങളുടെ പ്ലാൻ വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ. സോ ബാംഗ്ലൂരിലെ തന്നെ ഈ ഒരു BBA പഠിക്കാനായിട്ട് ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന 5 കോളേജസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന, ബാംഗ്ലൂരല്ല നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ ക്രൈസ്റ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുറേ അധികം സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആണ്. അപ്പോൾ BBA എന്ന് പറഞ്ഞ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം BBA എന്ന് പറയുന്നത് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡിനൈഡ് ആയിട്ട് പോകുക, അല്ലെങ്കിൽ ജോബ് കിട്ടാണ്ടിരിക്കാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം NAC A+ അക്രഡിറ്റേഷനും UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ എന്ന് പറയുന്നതും അത്രയും ഹൈ ആണ്. സോ നിങ്ങൾക്ക് ഏതൊരു കമ്പനി പോവാണെങ്കിലും ക്രൈസ്റ്റിൽ പഠിച്ച സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു യൂണിവേഴ്സിറ്റിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ എപ്പോഴും ഡിനൈഡ് ആക്കില്ല അവര്. പോരാത്തതിന് BBAയിൽ തന്നെ കുറേ അധികം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ BBA എന്ന് പറയുന്നത് ജനറൽ BBA ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷനോട് കൂടിയും BBA ഇവിടെ പഠിക്കാൻ പറ്റും. ഇന്റർനാഷണൽ ബിസിനസ് അനലിറ്റിക്സ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷനോട് കൂടിയാണ് BBA ഈ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ആൻഡ് ടോപ്പ് MNCs ആയിട്ടാണ് ഇവർക്ക് ടൈപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ്, പ്രാക്ടിക്കൽ നോളജ്, പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. ആമസോൺ, ഡെലോയിറ്റ്, ഇൻഫോസിസ് പോലുള്ള ടോപ്പ് MNCs ആണ് ഓരോ വർഷവും ഇവിടെ റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇവിടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100% ആണ്. സോ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജോബ് കിട്ടുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ആൻഡ് ഇവിടുത്തെ ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് 5 to 7 lakh per annum വരെയാണ്. ആൻഡ് ഇതൊന്നുമല്ല, ഇനി ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, UK, USA പോലുള്ള കൺട്രികളിലേക്ക് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലോബൽ എക്സ്പോഷർ, ഇന്റർനാഷണൽ കോൺടാക്ട്സ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ അവിടുത്തെ ബിസിനസ് ട്രെൻഡ്സ്, മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി സ്റ്റുഡൻസിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ബിസിനസ് ഫെസ്റ്റ്, ഓൺടർപ്രണർ സെൽസ് പോലുള്ള ഒരുപാട് ക്ലബ്സ് ആൻഡ് സ്റ്റുഡന്റ് ആക്റ്റീവ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റഡീസിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നെക്സ്റ്റ് ഒരു യൂണിവേഴ്സിറ്റിയാണ് JN യൂണിവേഴ്സിറ്റി. ക്രൈസ്റ്റ് പോലെ തന്നെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് പറയാം JN is a ടോപ്പ് റാങ്ക്ഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. ആൻഡ് ഇവരും NAC A++ അക്രഡിറ്റേഷനും UGC റെക്കഗ്നൈസ്ഡും, അതായത് അതേപോലെ തന്നെ NIRF റാങ്കിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാല്യൂവിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. ബെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇനി ഇവർ ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ഏവിയേഷൻ മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലത്തെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് JN യൂണിവേഴ്സിറ്റിയിൽ ഒരു സീറ്റ് ഉറപ്പായിരിക്കും. ഇവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് സെൽ ഉള്ളതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് അസിസ്റ്റൻസും ഇവർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇവിടെയും ടോപ്പ് കമ്പനീസ് ആയിട്ടുള്ള ഇൻഫോസിസ്, ഡെലോയിറ്റ് പോലുള്ള ടോപ്പ് കമ്പനീസ് ആണ് ഓരോ വർഷവും റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത്. സോ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടാനും വളരെ എളുപ്പമായിരിക്കും.
ആൻഡ് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ, ലബോറട്ടറീസ്, പ്രാക്ടിക്കൽ എക്സ്പോഷർ തുടങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കോളേജാണ് സെന്റ് ജോസഫ് കോളേജ് ഓഫ് കൊമേഴ്സ്. ഈ ഒരു ബിസിനസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ഫീൽഡിൽ തന്നെ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന അത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടോപ്പ് കോളേജാണ് ഈ ഒരു സെന്റ് ജോസഫ് കോളേജ് എന്ന് പറയുന്നത്. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രാക്ടിക്കൽ എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണിത്. അപ്പൊ നിങ്ങൾക്ക് ഒരു തിയററ്റിക്കൽ നോളജിന്റെ ഒപ്പം ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ട് പ്രാക്ടിക്കൽ നോളജ്, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്യാനെന്നുണ്ടെങ്കിലും പോരാത്തതിന് ഇവരും ഇന്റേൺഷിപ്സ്, പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജോബ്സ് കിട്ടാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സാലറി പാക്കേജോട് കൂടി ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ പ്ലേസ്ഡ് ആവാനും സാധിക്കും. നെക്സ്റ്റ് കോളേജാണ് മൗണ്ട് കാർമൽ കോളേജ്. ഇവര് HR, മാർക്കറ്റിംഗ്, ഫിനാൻസ് പോലുള്ള ഫീൽഡിലെ സ്പെഷ്യലൈസേഷൻ, BBA സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ടോപ്പ് കോളേജ് ആണ്. ആൻഡ് ബാക്കി കോളേജസിനെ പറഞ്ഞ പോലെ തന്നെ പ്ലേസ്മെന്റ് റെക്കോർഡ് ഇവർക്കും വെരി ഹൈ ആണ്. ആൻഡ് ഇന്റേൺഷിപ്സ്, ഇൻഡസ്ട്രി ഓറിയന്റഡ് പ്രോഗ്രാംസ്, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഇവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ BBA എവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടിയിട്ടുള്ള അക്രെഡിറ്റേഷൻസ്, റെക്കഗ്നിഷൻസ്, അതേപോലെ തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ, ബ്രാൻഡ് വാല്യൂ ഉണ്ടോ, പ്ലേസ്മെന്റ്സ്, ഇന്റേൺഷിപ്സ് പോലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഒരു കോളേജ് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇൻഡസ്ട്രി ഓറിയന്റഡ് പ്രോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് ആണ് തിയററ്റിക്കൽ നോളജിനെക്കാട്ടിലും കൂടുതലായിട്ട് വേണ്ടത്. റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ പ്ലേസ്മെന്റ്സ് നിങ്ങൾക്ക് ജോബ് കയറുമ്പോഴും അതേപോലെ തന്നെ ജോബിന് കിട്ടാനൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പ് കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്മിഷൻ എടുക്കാനുള്ള അസിസ്റ്റൻസ് വേണം, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും, ഫ്രീ കരിയർ ഗൈഡൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും.